2019-20 അക്കാദമിക് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. 11th ക്വസ്റ്റ്യൻ, അനലൈസ് ദ സർക്യൂട്ട്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. A student said that magnetic field is developed around the solenoid in the second circuit only. Explain your opinion about the statement. ഇവിടെ സർക്യൂട്ട് 1-ൽ DC ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സോളിനോയിഡും അതിൻ്റെ അകത്ത് ഒരു സോഫ്റ്റ് അയൺ കോറും കാണിച്ചിട്ടുണ്ട്. സർക്യൂട്ട് 2-ൽ AC ആണ് സപ്ലൈ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം DC ആണെങ്കിലും AC ആണെങ്കിലും അതിലൂടെ ഒരു കറണ്ട് പ്രവഹിക്കുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ 2 സർക്യൂട്ടിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ആൻസറായിട്ട് എഴുതേണ്ടത്. B ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സർക്യൂട്ട് എ കണ്ടിന്യൂസ് EMF പ്രൊഡ്യൂസ്ഡ്. കണ്ടിന്യൂസ് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത് സർക്യൂട്ട് ബിയിലാണ് അല്ലെങ്കിൽ സർക്യൂട്ട് 2-ലാണ്. നെയിം ദിസ് ഫിനോമിനൻ ആൻഡ് എക്സ്പ്ലെയിൻ. സെൽഫ് ഇൻഡക്ഷനാണ് അവിടെ ഉണ്ടാകുന്ന ഫിനോമിനൻ. അതുപോലെ അത് ഡിഫൈൻ ചെയ്യുക കൂടി വേണം. The change in magnetic flux due to the flow of an AC or a variable current in a solenoid will generate a back EMF in the same solenoid in the direction opposite to that applied to it. This phenomenon is called self-induction. Next question, 3 resistors are given. The values are of 2 ohm, 3 ohm, 6 ohm. Find out the maximum resistance that can be made with all these 3 in a circuit. ഈ 3 റെസിസ്റ്റേഴ്സും ഉപയോഗിച്ച് മാക്സിമം കിട്ടാവുന്ന റെസിസ്റ്റൻസ് എത്രയാണ്? നമുക്കറിയാം സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് 2 + 3 + 6 5 + 6 11 ഓം ആയിരിക്കും അവിടെ മാക്സിമം റെസിസ്റ്റൻസ് കിട്ടുന്നത്. B. Illustrate how to set up a circuit with 4.5 ohm effective resistance using all 3 given resistance. 2 ohm, 3 ohm, 6 ohm റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് 4.5 ohm കിട്ടണം. അങ്ങനെ കിട്ടുന്ന രീതിയിൽ ഏത് രൂപത്തിൽ നമ്മൾ ഈ റെസിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യണം എന്നാണ് ചോദ്യം. 4.5 ohm ആണ് ഔട്ട്പുട്ടായിട്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അതിനുവേണ്ടി നമുക്ക് 2 റെസിസ്റ്റേഴ്സിനെ, അതായത് 6 ohmഉം 2 ohmഉം റെസിസ്റ്റേഴ്സിനെ പാരലലായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 6 × 2 / 6 + 2 ആയിരിക്കും അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. R1 R2 / R1 + R2, അതായത് 12/8 വരും. ആദ്യത്തെ പോർഷൻ കൊണ്ട്, അതായത് 6 ohm 2 ohm പാരലൽ കണക്ട് ചെയ്തപ്പോൾ അവിടെ വരുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 12/8 = 1.5 ohm ആണ്. പ്ലസ് 3 ohm സീരീസ് ആയിട്ട് കൂടി വയ്ക്കുമ്പോൾ 1.5 ohmഉം 3 ohmഉം കൂടിയായിരിക്കും സീരീസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് 4.5 ohm നമുക്ക് കിട്ടും. 13th question, the following figure represents a permanent magnet and an electromagnet. Find out the polarity of the electromagnet at A. A എന്ന ഭാഗത്ത് ഏത് രീതിയിലാണ് കറൻറ്റ് പോകുന്നതെന്ന് ആദ്യം നോക്കണം. അതായത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോളുമാണ് എന്ന് നമുക്കറിയാം. ചിത്രത്തിൽ നിന്ന് എ എന്ന ഭാഗത്തെ കറൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് എന്ന് കാണാം. അതുകൊണ്ട് എ എന്ന എൻഡിൽ നോർത്ത് പോൾ ആയിരിക്കും എന്ന് പറയാം. അതുപോലെ ബി എന്ന എൻഡിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറൻറ്റ് കാണുന്നത്. അതുകൊണ്ട് ബി വിൽ ബി സൗത്ത് പോൾ. റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ എ പെർമനൻറ്റ് മാഗ്നറ്റ് ആൻഡ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്. 2 ടൈപ്പ് മാഗ്നറ്റുകളും തമ്മിലുള്ള ഡിഫറൻസ്, ഏതെങ്കിലും 2 ഡിഫറൻസ് എഴുതാനാണ് ക്വസ്റ്റ്യൻ. പെർമനൻറ്റ് മാഗ്നറ്റിനെ സംബന്ധിച്ചിടത്തോളം പോൾസ് ഒരിക്കലും മാറ്റാൻ കഴിയില്ല, അല്ലേ? ഫിക്സഡ് ആണ് പോൾസ്. Poles cannot be interchanged
and its strength cannot be changed. Electromagnet poles can be interchanged and strength can be interchanged. 14th question. The diagram represents an incident ray falling on a plane mirror. Find the angle of incidence using the given diagram. ഈ ഡയഗ്രത്തിൽ നിന്ന് റിഫ്ലക്ഷനെ സംബന്ധിച്ചിടത്തോളം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണെന്ന് നമുക്കറിയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്നത് നോർമലും ഇൻസിഡൻറ്റ് റേയ്ക്കും ഇടയിലുള്ള ആംഗിളാണ്. ഇവിടെ 90 - 30 ഡിഗ്രി, അതായത് 60 ഡിഗ്രി ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുകൊണ്ട് 60 ഡിഗ്രി തന്നെ ആയിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. ബി ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്നാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സെക്കൻഡ് വൺ, ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ടു ദ reflecting surface at the point of incidence are in the same plane. 15th question, analyze the following table and write answer to the questions. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. മീഡിയം അതുപോലെ സ്പീഡ് ഓഫ് ലൈറ്റും ആണ് ടേബിളിൽ. വാക്വം, വാട്ടർ, ഗ്ലാസ്, 3 എണ്ണമാണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ മീഡിയം വിച്ച് ഹാസ് ഹയസ്റ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഫ്രം ദ ടേബിൾ. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഇതിൽ ഏതിനാണ്? ഗ്ലാസ്സിനാണ് ഏറ്റവും കൂടുതൽ തന്നിരിക്കുന്ന അവയിൽ വെച്ച് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത്. അതുകൊണ്ട് അതിൽ സ്പീഡ് കുറവാണ് ലൈറ്റിന്. ക്വസ്റ്റ്യൻ ബി, കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് വാട്ടർ. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാട്ടറുമായിട്ട് ബന്ധപ്പെടുത്തി കാണണം. അങ്ങനെ കാണാനുള്ള ഇക്വേഷനാണ് V1/V2 അല്ലേ. സെക്കൻഡ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം കാണാനുള്ള ഇക്വേഷൻ N21 ഈസ് ഈക്വൽ ടു V1/V2 ആണ്. അതായത് 2.25 × 10⁸ ആണ് വെലോസിറ്റി ഇൻ വാട്ടർ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഇൻ ഗ്ലാസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പോൾ വെലോസിറ്റി വാട്ടറിലുള്ള വെലോസിറ്റീനെ ഗ്ലാസ്സിലുള്ള വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2.25 divided by 2, that is equal to 1.125. See question, what is absolute refractive index of a medium? Absolute refractive index എന്താണ് എന്ന് എഴുതണം. The refractive index of a medium with respect to vacuum is called the absolute refractive index. 16th question, observe the figures. Identify the devices P, Q and write its name. അതായത് രണ്ട് ചിത്രങ്ങൾ പിയും ക്യൂവും രണ്ടും ഏതൊക്കെ ഡിവൈസ് ആണെന്ന് എഴുതണം. ആദ്യത്തേതിൽ നമുക്കറിയാം ജനറേറ്ററിൻ്റെ ചിത്രമാണ്. രണ്ടാമത്തേത് ഫംഗ്ഷൻ DC മോട്ടോർ ഡിവൈസസ്. ഇൻ DC ജനറേറ്റർ സ്പ്ലിറ്റ് റിംഗ് ഹെൽപ്സ് ടു മേക്ക് അവൈലബിൾ എന്ന് നമ്മൾ തിരിച്ചറിയാൻ കാരണം അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കറന്റ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. അതേസമയം DC മോട്ടോറിലാണെങ്കിൽ ദ സ്പ്ലിറ്റ് റിംഗ്സ് ഹെൽപ്സ് ടു റൊട്ടേറ്റ് ദ ആർമേച്ചർ in the same direction during every half rotation. Thus, the current produced will be in the same direction or the current will be direct current. C question, write the working principles of each of these devices. രണ്ട് ഡിവൈസിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാനാണ് ചോദ്യം. DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. മോട്ടോറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിളാണ്. 17th question, a transformer having no power loss has 5000 turns in its primary. The current in the primary coil and secondary coil are 0.1 ampere and 10 ampere respectively. 5000 ടേൺസ് പ്രൈമറിയിലുള്ള ഒരു ട്രാൻസ്ഫോർമർ, അതിൻ്റെ പ്രൈമറിയിലെ കറണ്ട് 0.1 ആംപിയറും സെക്കൻഡറിയിലെ കറണ്ട് 10 ആംപിയറുമാണ്. സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലാണ് പ്രൈമറിയെ അപേക്ഷിച്ച്. സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലാണെങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറവായിരിക്കും. അങ്ങനെ സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറവുള്ള തരം ട്രാൻസ്ഫോർമർ ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. സോ വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമർ ഈസ് ദിസ് എന്നുള്ള ചോദ്യത്തിന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് ആൻസർ വരുന്നു.
Calculate the secondary voltage if the applied voltage in the primary is 1100 volt. 1100 വോൾട്ട് പ്രൈമറിയിൽ അപ്ലൈ ചെയ്താൽ എത്രയായിരിക്കും സെക്കൻഡറിയിലെ വോൾട്ടേജ്? ഇവിടെ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. വി എസ് ആണ് കാണേണ്ടത്. വി എസ് ഈസ് ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് ഇൻറ്റു വി പി. 0.1/10 ഇൻറ്റു 1100 ദാറ്റ് ഈസ് 11 വോൾട്ട് എന്ന് കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ ഔട്ട്പുട്ട് പവർ കാണാനാണ്. ഔട്ട്പുട്ട് പവറും ഇൻപുട്ട് പവറും ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ച് ഈക്വൽ ആയിരിക്കും. എന്നാലും വി എസ് ഇൻറ്റു ഐ എസ് എന്നുള്ള ഇക്വേഷനോ അല്ലെങ്കിൽ വി പി ഇൻറ്റു ഐ പി എന്നുള്ള ഇക്വേഷനോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഔട്ട്പുട്ട് പവറിൻ്റെ ശരിക്കുള്ള ഇക്വേഷൻ വി എസ് ഇൻറ്റു ഐ എസ് എന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം. 11 ഇൻറ്റു 10 is equal to 110 watt. 18th question. The following diagram represents the image formation in a concave mirror. Use new Cartesian sign convention to follow the problems. A, B, C എന്ന 3 പാർട്ടായിട്ടാണ് സബ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. A, write the object distance U and the image distance V. B, define magnification in mirrors. Find out the magnification M. Calculate the height of the image in the figure. If the height of the object is 4.5 centimeter. കോൺകേവ് മിററിനെ സംബന്ധിച്ചിടത്തോളം യു എപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും. യു ഇസ് ഈക്വൽ ടു -20 സെൻറ്റിമീറ്റർ. അതുപോലെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നതും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് വിയും നെഗറ്റീവാണ്. വി ഇസ് ഈക്വൽ ടു -30 സെൻറ്റിമീറ്റർ. ഇനി വിയും യുവും നമുക്കറിയാം. അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ കാണാം. ആദ്യം മാഗ്നിഫിക്കേഷൻ്റെ ഡെഫിനേഷൻ എഴുതണം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞ് -v/u എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മാഗ്നിഫിക്കേഷൻ കാണാം. എം ഇസ് ഈക്വൽ ടു -30 ബൈ -20. ആ രണ്ട് മൈനസും ക്യാൻസൽ ചെയ്ത് പോകുന്നു. പിന്നെ -v/u ആണ്. അപ്പോൾ ആ പുറത്തുള്ള മൈനസ് വരുന്നു. അങ്ങനെ -3/2 ഇസ് ഈക്വൽ ടു -1.5 ആണ് മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൈറ്റ് ഓഫ് ദി ഇമേജ് കാണാനാണ്. HI/HO ആണ് മാഗ്നിഫിക്കേഷൻ. HI/HO ഇസ് ഈക്വൽ ടു -1.5. അതുകൊണ്ട് HI ഇസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഇൻറ്റു HO. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിനെ മാഗ്നിഫിക്കേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇമേജിൻ്റെ ഹൈറ്റ് കിട്ടും. 19th question. The path of light through different media is shown in the figure. Analyze them and answer the following questions. A. Find out critical angle of glass. തന്നിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കുന്ന സമയത്തുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രി ആണ് എന്ന് നമുക്ക് ചിത്രത്തിൽ നിന്ന് കണ്ടെത്താം. വിച്ച് ഫിഗർ റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഇതിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാണിക്കുന്നത് R എന്ന ഫിഗറാണ്. എക്സ്പ്ലെയിൻ ഹൗ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ഗ്ലാസ് ബൈ റെഫറിംഗ് ദ എബോവ് ഫിഗേഴ്സ്. ഈ ചിത്രങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് എന്ന് പറയാൻ. R എന്ന ഫിഗറിൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ? അതുകൊണ്ട് അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. മാത്രമല്ല ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. When light travels from an optically denser medium to a less denser medium, if the angle of incidence exceeds critical angle, the light will be reflected back to the same medium. In the figure R, light travels from glass to water. Here the angle of incidence is 45 degree, which is greater than the critical angle of glass. So total internal reflection takes place. 20th question. 3 students are doing the same experiment by using the following sets of solenoids and magnets. Magnets are identical and the solenoids are wound in clockwise direction with the same type of wire. ഒരേ എക്സ്പെരിമെൻ്റ് 3 കുട്ടികൾ ചെയ്തതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ്, വൈ ദ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലെക്സ് വൈൽ ദ മാഗ്നറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ സോളിനോയിഡ് ആണ് ആദ്യത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്റർ
നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ഡ്യൂ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നെഴുതിയാൽ മതി. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണമാണ് അവിടെ കറണ്ട് അല്ലെങ്കിൽ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതും. B. Among the experiments 1, 2 and 3, identify the solenoids which produce the same direction of deflection when the magnet is moved towards a coil. ഏത് എക്സ്പെരിമെൻറ്റിലാണ് സെയിം ഡയറക്ഷനിൽ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നതാണ് ചോദ്യം. മാഗ്നറ്റിൻ്റെ പോള് നോക്കേണ്ടതാണ് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ. ആദ്യത്തെ 2 എക്സ്പെരിമെൻറ്റിലും നോർത്ത് സൗത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ എക്സ്പെരിമെൻറ്റ് 1ലും 2ലും സെയിം ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്ഷൻ. റൈറ്റ് എനി 2 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സോളിനോയിഡ്. സോളിനോയിഡിൽ ഉണ്ടാകുന്ന EMFൻ്റെ അളവ് കൂട്ടാൻ ഏതെങ്കിലും 2 മാർഗങ്ങൾ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇതിന് 3 മാർഗങ്ങളാണുള്ളത്. ഇൻക്രീസ് സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദ മാഗ്നറ്റ്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സോളിനോയിഡ്, ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്, അല്ലെങ്കിൽ യൂസ് പവർഫുൾ മാഗ്നറ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഉണ്ടായിട്ടുള്ളത്.